അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂദിൽ ഇതിനോടകം തന്നെ നമ്മൾ 8ഓളം ബഹറുകളെക്കുറിച്ച് പരിചയപ്പെട്ടു. ആ ബഹറുകളെല്ലാം ഉണ്ടായിത്തീരുന്ന ജുസ്ഉകൾ ഏതെല്ലാമാണ്, അതിലുള്ള അറൂദുകൾ ലൊർബുകൾ ഏതെല്ലാം രൂപത്തിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം വിശദമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് 9ാമത്തെ ബഹറാണ്. കിതാബിലേക്ക് നോക്കുക. അത്താസിഉ അസ്സരീഉ, 9ാമത്തെ ബഹറിൻ്റെ പേര് സെരീഅ എന്നാണ്. ഓക്കെ. വ അജ്സാഉഹു, ഈ സെരീഅ എന്നുള്ള ബഹർ ഉണ്ടായിത്തീരുന്ന ജുസ്ഉകൾ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മറത്തൈനി, 2 പ്രാവശ്യം മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ സെരീഅ എന്നുള്ള ബഹർ എന്ന് പറയുന്നത്. ഓക്കെ. ഏതായാലും ഇത് കുറച്ച് പാടാൻ പ്രയാസമുള്ള ബൈത്തായത് കൊണ്ട് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ബഹറിൽ വരുന്ന അറൂദുകളും ലൊർബുകളും ആരീലുഹു അർബഉൻ, ഈ ഒരു ലൊർബിലുള്ള അറൂദുകൾ 4 രൂപത്തിൽ വരുന്നതാണ്. അറൂദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1ാമത്തെ മിസ്റയിലെ അവസാനത്തെ ജുസ്ഇനെ കുറിച്ചാണ് പറയുന്നത്. അളുർബുഹു സിത്തത്തുൻ, ഈ ഒരു ബഹറിലെ ലൊർബുകൾ 2ാമത്തെ മിസ്റയിലെ അവസാനത്തെ ജുസ് 6 രൂപത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ആ 4 അറൂദുകളും 6 ലൊർബുകളും ഏതെല്ലാമാണെന്നാണ് താഴെ വിശദമായിട്ട് നൽകുന്നത്. നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ളത് പോലെ അൽ ഊല അസാനിയത്തു അസാലിസത്തു എന്നൊക്കെ മുഅന്നസാക്കി പറയുന്നത് അറൂദിനെ സൂചിപ്പിക്കാനും അൽ അവ്വലു അസാനി അസാലിസ് എന്ന് മുദക്കറാക്കി പറയുന്നത് ലൊർബിനെ സൂചിപ്പിക്കാനുമാണ്. അപ്പോൾ ആദ്യം അൽ ഊല, അറൂദിലെ 1ാമത്തെ രൂപം മത്വിയ്യത്തുൻ മക്സൂഫത്തുൻ. ഓക്കെ. മത്വിയ്യത്തുൻ എന്ന് പറഞ്ഞാൽ ത്വയ്യ് ബാധിച്ചതായിരിക്കും. ത്വയ്യ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫുർ റാബിഉ സാക്കിൻ, 4ാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ത്വയ്യ് എന്ന് പറയുന്നത്. മഫ്ഊലാത്തു എന്നുള്ളതിനെ മഫ്ഉലാത്തു എന്നാക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ. ആ 4ാമതുള്ള വാവ് കളയപ്പെടുമെന്നർത്ഥം. ഈ മക്സൂഫത്തുൻ എന്ന് പറഞ്ഞാൽ കസ്ഫ് ബാധിച്ചതെന്നാണ്. കസ്ഫ് എന്ന് പറഞ്ഞാൽ ഹദ്ഫു ആഖിരിൽ വതിദിൽ മഫ്റൂഖി. ഓക്കെ. മഫ്ഊലാത്തു എന്നുള്ളിടത്ത് അവസാനമുള്ള ലാത്തു എന്നുള്ളത് വതിദ് മഫ്റൂഖാണ്. അതിലുള്ള അവസാനത്തെ ഹർഫായിട്ടുള്ള താഇനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ കസ്ഫ് എന്ന് പറയുന്നത്. അപ്പോൾ മഫ്ഊലാത്തു എന്നുള്ളതിൽ ത്വയ്യും കസ്ഫും ബാധിക്കുകയാണെങ്കിൽ അത് മഫ്ഉല എന്നായിട്ട് മാറും. അത് ഫാഇലുൻ എന്നുള്ള വസ്നിലായിട്ടാണ് സാധാരണ ഇൽമുൽ അറൂദിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അറൂദ് വരുന്നത് ഫാഇലുൻ എന്നുള്ള വസ്നിലായിരിക്കും. ഇനി ഇങ്ങനെ വരുന്ന അറൂദിനോടൊപ്പം വരുന്ന ലൊർബിനും 3 രൂപങ്ങളുണ്ട്. വ അളുർബുഹ സലാസത്തുൻ, ഇങ്ങനെ വരുന്ന അറൂദിൻ്റെ ലൊർബുകൾ 3 രൂപത്തിൽ വരുന്നതാണ്. അൽ അവ്വലു, ലൊർബിൻ്റെ 1ാമത്തെ രൂപം മത്വിയ്യുൻ മൗഖൂഫുൻ. മത്വിയ്യുൻ എന്ന് പറഞ്ഞാൽ ത്വയ്യ് ബാധിച്ചതാണ്, 4ാമത്തെ സാക്കിനെ കളഞ്ഞതാണ്. മൗഖൂഫുൻ എന്ന് പറഞ്ഞാൽ വഖഫ് ബാധിച്ചതാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഇസ്കാനു ആഖിരിൽ വതിദിൽ മഫ്റൂഖി, വതിദ് മഫ്റൂഖായിട്ടുള്ള അവസാനത്തെ ലാത്തു എന്നുള്ളിടത്തെ അവസാനത്തെ ഹർഫിന് ആ താഇന് സുക്കൂൻ നൽകുന്നതിനെ കുറിച്ചാണ്, മഫ്ഉലാത്ത് എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ത്വയ്യും വഖഫും ബാധിച്ചിട്ടുള്ള മഫ്ഉലാത്തു എന്നുള്ളത് ഇപ്പോൾ മഫ്ഉലാത്ത് എന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ഫാഇലാൻ എന്നുള്ള വസ്നിലാണ് വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ബൈത്ത് മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലാൻ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ. അതിൻ്റെ ബൈത്ത് അവിടെ താഴെ നൽകിയിട്ടുണ്ട്. അസ്മാനു സൽമ ലാ യറാ മിസ്ലഹർ റാഊന ഫീ ഷാമിൻ വലാ ഫീ ഇറാഖ്. അതിനെ നമുക്കൊന്ന് ഖത്അ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് അസ്മാനു സൽ എന്നുള്ളത് വരെയുള്ള ഭാഗം, ആ സാക്കിനായിട്ടുള്ള ലാമ് വരെയുള്ള ഭാഗമാണ് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്നായിട്ട് മാറുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള മാ ലാ യറാ എന്നുള്ളത് വരെയുള്ള ഭാഗമാണ് 2ാമത്തെ മുസ്തഫ്ഇലുൻ എന്നായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മിസ്ലഹർ എന്നുള്ളിടത്ത് സത്യത്തിൽ അലിഫ് ലാമിനോടൊപ്പം റാ വരുമ്പോൾ ഒരു ഷദ്ദുള്ള റാ ആയിട്ടാണ് മാറുക. അപ്പോൾ 1ാമത്തെ ആ സാക്കിനായിട്ടുള്ള റാ കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ 1ാമത്തെ മിസ്റ. അപ്പോൾ മിസ്ലഹർ എന്നുള്ള ഭാഗമാണ് ഫാഇലുൻ എന്നുള്ള ത്വയ്യും കസ്ഫും ബാധിച്ചിട്ടുള്ള മഫ്ഉലാത്തു എന്നുള്ള ജുസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് റാഊന ഫി എന്ന് വരെയുള്ള ഭാഗം അടുത്ത മുസ്തഫ്ഇലുൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ്
ഷാമിൻ വല എന്നുള്ളത് അടുത്ത മുസ്തഫ്ഇലുൻ എന്നുള്ളതാണ്. ഫീ ഇറാഖ് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വയ്യും വഖഫും ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ളതാണ്. അതായത് ഫാഇലാൻ എന്നുള്ള വസിനിലാണ് ഫീ ഇറാഖ് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറൂദ് ഫാഇലുൻ എന്നുള്ള വസിനിലായിരിക്കുമ്പോൾ അവിടെ ലൊർബ് വരുന്ന ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി അസാനി, ഇനി ലൊർബ് വരുന്ന രണ്ടാമത്തെ രൂപം മിസ്ലുഹ, അറൂദിനെ പോലെ തന്നെയായിരിക്കും. അതായത് ത്വയ്യും കസ്ഫും ബാധിച്ചുകൊണ്ട് ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ തന്നെയായിരിക്കും ഇനി ലൊർബ് വരുന്നത് എന്നർത്ഥം. അതിൻ്റെ ബൈത്ത് നോക്കാം. ഹാജൽ ഹവാ റസ്മുൻ ബിദാത്തിൽ ഗള മുഖ്ലൗലിഖുൻ മുസ്തഅജിമുൻ മുഹ്വിലു എന്നുള്ളതാണ് ആ ബൈത്ത്. അതിനെ ഒന്ന് ഖത്അ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഹാജൽ ഹവ, ഹാജൽ ഹവ എന്നുള്ളത് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് റസ്മുൻ ബിദ എന്നിവരെയുള്ള ഭാഗം, അതാണ് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ. അത് കഴിഞ്ഞ് തിൽഗള എന്നുള്ളതാണ് ഫാഇലുൻ എന്നുള്ള ത്വയ്യും കസ്ഫും ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ള ജുസ്. ഓക്കെ, അത് കഴിഞ്ഞ് മുഖ്ലൗലിഖുൻ എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മുസ്തഫ്ഇലുൻ എന്ന് മനസ്സിലാക്കാം. മുസ്തഅജിമുൻ എന്നുള്ളതും അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് മുഹ്വിലുൻ എന്നുള്ളതും ഫാഇലുൻ എന്നുള്ള വസിനിലാക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബൈത്തിൽ അറൂദും ലൊർബും ഫാഇലുൻ എന്നുള്ള വസിനിലാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായി അറൂദ് ഫാഇലുൻ എന്നുള്ള വസിനിൽ വരുമ്പോൾ അവിടെ ലൊർബ് വരുന്ന മൂന്നാമത്തെ രൂപം അസാലിസു അസ്ലമു. ഓക്കെ, സ്വൽമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു വതിദി മഫ്റൂഖിൻ, അവസാനത്തിലുള്ള മഫ്ഊലാത്തു എന്നുള്ളിടത്ത് ആ വതിദി മഫ്റൂഖ് കളയുന്നതിനെ കുറിച്ചാണ്, മഫ്ഊ എന്ന് മാത്രം പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ സ്വൽമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഫ്ഊ എന്നുള്ളതിനെ നമുക്ക് ഫാഇലുൻ എന്നുള്ള വസിനിലേക്കാക്കിയിട്ട് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള അറൂദ് ഫാഇലുൻ എന്നുള്ള വസിനിലും ലൊർബ് ഫാഇലുൻ എന്നുള്ള വസിനിലുമാണ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ ബൈത്തൊന്ന് നോക്കാം. ഖാലത് വലം തഖ്സിദ് ലിഖീലിൽ ഖന മഹ്ലൻ ലഖദ് അബ്ലഗ്ത അസ്മാഇ എന്നുള്ളതാണ് ആ ബൈത്ത്. നമുക്കതൊന്ന് ഖത്അ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഖാലത് വലം എന്നുള്ളത് ആദ്യത്തെ മുസ്തഫ്ഇലുൻ ആണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് തഖ്സിദ് ലിഖീ എന്നിവരെയുള്ള ഭാഗം രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലിൽ ഖന എന്നുള്ളത് ഫാഇലുൻ എന്നുള്ള അറൂദാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മഹ്ലൻ ലഖദ് എന്നിവരെയുള്ള ഭാഗം അടുത്ത മുസ്തഫ്ഇലുൻ എന്നാണെന്ന് മനസ്സിലാക്കാം. ഇനി അബ്ലഗ്ത അസ് എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള സീന് കൂടി അടങ്ങിയിട്ടുള്ള ഭാഗമാണ് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ. അത് കഴിഞ്ഞ് മാഇ എന്നുള്ളതാണ് ഫാഇലുൻ എന്നുള്ള, അതായത് സ്വൽമ് ബാധിച്ചിട്ടുള്ള ലൊർബായിട്ടുള്ള ജുസ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മാഇ എന്നുള്ളതിൽ നമുക്ക് ഫാഇലുൻ എന്ന് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അറൂദ് എങ്ങനെ വരുമ്പോൾ ഫാഇലുൻ എന്നുള്ള വസിനിൽ വരുമ്പോൾ അവിടെ ലൊർബ് വരുന്ന മൂന്ന് രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് അസാനിയത്തു, അറൂദ് വരുന്ന രണ്ടാമത്തെ രൂപം മഖ്ബൂലത്തുൻ മക്സൂഫത്തുൻ. ഖബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. എന്താണ് ഖബൽ എന്ന് പറഞ്ഞാൽ? ഖബന് ത്വയ്യ് എന്നീ രണ്ട് കാര്യങ്ങളും കൂടി അടങ്ങിയതിനെ കുറിച്ചാണ് നമ്മൾ മഖ്ബൂല് എന്ന് പറയുന്നത്. ഖബന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ത്വയ്യ എന്നാലോ നാലാമത്തെ സാക്കിനെ കളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ മഖ്ബൂലത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് മഫ്ഊലാത്തു എന്നുള്ളതിനെ നമ്മൾ മഉലാത്തു എന്നാക്കുന്നതിനെ കുറിച്ചാണ് മഖ്ബൂലത്ത് ഖബല് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മഫ്ഊലാത്തു എന്നുള്ളതിൽ ഖബല് ബാധിച്ചാൽ അത് മഉലാത്തു എന്നാകും. അത് കഴിഞ്ഞിട്ട് മക്സൂഫത്തുൻ, കസ്ഫ് ബാധിച്ചത് കൂടിയായിരിക്കും. കസ്ഫ് എന്ന് പറഞ്ഞാൽ ഹദ്ഫു ആഖിരിൽ വതിദിൽ മഫ്റൂഖി. ഓക്കെ, അവിടെയുള്ള മഉലാത്തു എന്നുള്ളിടത്തെ താഇനെ കൂടി കളഞ്ഞാൽ മഉല എന്നുള്ള വസിനിലായിരിക്കും, ഫാഇലുൻ എന്നുള്ള രൂപത്തിലായിരിക്കും ഇവിടുത്തെ അറൂദ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അസാനിയത്ത് മഖ്ബൂലത്തുൻ മക്സൂഫത്തുൻ എന്ന് പറഞ്ഞാൽ മഫ്ഊലാത്തു എന്നുള്ളതിൽ ഖബലും കസ്ഫും ബാധിച്ചാൽ അത് ഫാഇലുൻ എന്നുള്ള വസിനിലാകും. കാരണം അത് മഉല എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, വലർബുഹാ മിസ്ലുഹ, ഇങ്ങനെ വരുന്ന അറൂദിൻ്റെ ലർബും അതുപോലെ തന്നെയാണ്, ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബൈത്താണ് അതിന് താഴെ നൽകിയിട്ടുള്ളത്, ഒന്ന് വായിച്ചു നോക്കാം. അന്നശ്റു മിസ്കുൻ വൽ വുജൂഹു ദന നീറും വ അത്റാഫുൽ അകുഫി അനം
എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അതിനെ നമുക്കൊന്ന് തഖ്തിഅ ചെയ്തു നോക്കാം. ആദ്യമായിട്ട് അന്നശ്റു മിസ് എന്നിവരെയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് കാണാം? മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് കുൻ വൽ വുജൂ എന്നിവരെയുള്ള ഭാഗം അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഹുദന എന്നുള്ളതാണ് നമ്മുടെ ഖബലും കസ്ഫും ബാധിച്ചിട്ടുള്ള ഫായിലുൻ എന്നുള്ള വസനിലുള്ള അറൂദ് എന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞ് നീറുൻ വ അത്ത് എന്നുള്ളത് അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് റാഫുൽ അകുഫ് എന്നിവരെയുള്ള ആ ഷദ്ദുള്ള ഫാഇൻ്റെ ഒന്നാമത്തെ സാക്കിനായിട്ടുള്ള ഫാ വരെയുള്ള ഭാഗത്തെ നമുക്ക് അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഫി അനം എന്നുള്ളത് ഫായിലുൻ എന്ന്, അതായത് ഖബലും കസ്ഫും ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഖബലും കസ്ഫും ബാധിച്ചിട്ടുള്ള അറൂദും ലർബും വരുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ നോക്കിയത് എന്നർത്ഥം. ഇനി അടുത്തത് അസാലിസത്തു, അറൂദിന് വരുന്ന മൂന്നാമത്തെ രൂപം. അതെങ്ങനെയാണ്? മൗഖൂഫത്തുൻ മഷ്തൂറത്തുൻ, വഖഫ് ബാധിച്ചതായിരിക്കും, പിന്നെ മഷ്തൂറത്തുമായിരിക്കും. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്കാനു ആഖിരിൽ വതിദിൽ മഫ്റൂഖി അല്ലേ, വതിദ് മഫ്റൂഖിൻ്റെ മഫ്ഊലാത്തു എന്നുള്ളതിലെ അവസാനത്തെ ആ താഇനെ സുക്കൂൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ മൗഖൂഫത്തുൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മഫ്ഊലാത്തു എന്നുള്ളത് മഫ്ഊലാത്ത് എന്നായിട്ട് മാറുന്ന മഫ്ഊലാൻ എന്നുള്ള വസനിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ മൗഖൂഫത്ത് എന്ന് പറയുന്നത്. ഇനി മഷ്തൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു ബൈത്തിൻ്റെ പകുതി ഭാഗം തന്നെ പോയ, ഒരു മിസ്റാ മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു പോയ ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മഷ്തൂറത്തുൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി വരുന്ന ബൈത്തിൽ എന്ത് മാത്രമേ കാണുകയുള്ളൂ? മുസ്തഫ്ഇലുൻ മഫ്ഊലാൻ എന്നിവരെയുള്ളത് കാണുകയുള്ളൂ. വ ലർബുഹാ മിസ്ലുഹാ, ഇങ്ങനെ വരുന്ന അറൂദിന് ലർബും അതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്കറിയാം മഷ്തൂറത്തായിട്ടുള്ള ഒരു ബൈത്തിൽ അറൂദും ലർബും ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇനി വ ബൈത്തുഹു, ഇനി മൗഖൂഫത്തും മഷ്തൂറത്തുമായിട്ടുള്ള ഈ സരീഅ എന്നുള്ള ബഹറിൻ്റെ ബൈത്ത് യൻലഖ്ന ഫീ ഹഫാതിഹി ബിൽ അബ്വാൽ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അതൊന്ന് തഖ്തിഅ ചെയ്തു നോക്കാം. ആദ്യമായിട്ട് യൻലഖ്ന ഫീ എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗം ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഹഫാതിഹി, ആ ഹാഇന് ശേഷം ഒരു യാ കൂടി നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഹഫാതിഹി എന്നുള്ളിടത്ത് അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ബിൽ അബ്വാൽ എന്നുള്ള ഭാഗം നമുക്ക് എന്ത്? മൗഖൂഫത്തായിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ള വസൻ, അതായത് മഫ്ഊലാൻ എന്നുള്ള വസനിൽ നമുക്ക് കാണാവുന്നതാണ് അവസാനത്തെ ബിൽ അബ്വാൽ എന്നുള്ള ഭാഗം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് റാബിഅത്തു, അവസാനത്തെ അറൂദിൻ്റെ രൂപമാണ് നാലാമത്തെ രൂപം. മക്സൂഫത്തുൻ മഷ്തൂറത്തുൻ, കസ്ഫ് ബാധിച്ചിട്ടുള്ള എന്നാൽ മഷ്തൂറത്തായിട്ടുള്ള ബൈത്താണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അറൂദിൽ കസ്ഫ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഹദ്ഫു ആഖിരിൽ വതിദിൽ മഫ്റൂഖി, വതിദ് മഫ്റൂഖിലെ അവസാനത്തിനെ കളയുന്നതിനെ കുറിച്ചാണ്. മഫ്ഊലാത്തു എന്നുള്ളിടത്ത് മഫ്ഊല എന്ന് മാത്രം പറയുന്നതിനെ കുറിച്ചാണ്. മഫ്ഊല എന്നുള്ളത് മഫ്ഊലുൻ എന്നുള്ള വസനിലാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന ബൈത്തിലെ അറൂദും ലർബും എങ്ങനെയായിരിക്കും വരുന്നത്? മഫ്ഊലുൻ എന്നുള്ള വസനിലായിരിക്കും. അതിൻ്റെ ബൈത്താണ് വ ബൈത്തുഹു യാ സാഹിബൈ റഹ്ലി അഖില്ല ആദിലി എന്നുള്ളതാണ് ആ ബൈത്ത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് യാ സാഹിബൈ എന്നുള്ളിടത്ത് നമുക്ക് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് റഹ്ലി അഖിൽ എന്നിവരെയുള്ള ആ ഷദ്ദുള്ള ലാമിലെ ഒന്നാമത്തെ ലാമ് കൂടി അടങ്ങിയിട്ടുള്ള റഹ്ലി അഖിൽ എന്നിവരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ലാ അദ്ലി എന്നുള്ളിടത്ത് മഫ്ഊലുൻ എന്നും നമുക്ക് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. അവിടെ മക്സൂഫത്തായിട്ടുള്ള മഫ്ഊലുൻ എന്നുള്ള വസനിലായിട്ടുള്ള ജുസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മൾ സരീഅ എന്നുള്ള ബഹറിലുള്ള 4 അറൂദുകളും 6 ലർബുകളും പഠിച്ചു കഴിഞ്ഞു. അതിന് വരുന്ന ബൈത്തുകളും മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി സരീഅ എന്നുള്ള ആ ഒരു ബഹറിൽ വന്നിട്ടുള്ള ചില ബൈത്തുകളാണ് താഴെ. ഖത്തിഉൽ ലബയാത്തൽ ആതിയത വദ്കുരിൽ അറൂദ വൽ ലർബ ലികുല്ലിൻ, താഴെയുള്ള തഖ്തിഅ ചെയ്യാൻ വന്നിട്ടുള്ള ബൈത്തുകളൊക്കെ സരീഅ എന്നുള്ള ബഹറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 3 ബൈത്തുകളും നിങ്ങൾ തഖ്തിഅ ചെയ്യുക. എന്നിട്ട് അതിലുള്ള അറൂദുകളും ലർബുകളും എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുക.
ഒന്നാമത്തെ ബൈത്ത് യാ മൻ അദാ ഫീ ഉജ്ബിഹി വദ്ദലാൽ കം ദത്തജന്നി ആമിദം വൽ മിത്താൽ. രണ്ടാമത്തത് യാ ഹിന്ദു ഖദ് ഹയ്യജ്തി ഔജാഇ യൂഷികു അൻ യൻആനി യന്നാഇ. മൂന്നാമത്തത് ഖാലൂ ലനാ ഇന്നർ റഹീല ഗദാ വൽ ബൈനു ഷൈഉൻ യസ്ദഉൽ കബിദ. അപ്പോൾ ഈ 3 ബൈത്തുകളും നിങ്ങൾ സ്വന്തമായിട്ട് തഖ്തീഅ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ നമുക്ക് സരീഅ എന്നുള്ള ബഹറിൽ വന്നേക്കാവുന്ന സിഹാഫുകൾ, അതായത് അതിൻ്റെ ഹഷ്വിൽ സംഭവിച്ചേക്കാവുന്ന ഈ സിഹാഫിനെ കുറിച്ച് മനസ്സിലാക്കാം. അതിന് താഴെ അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. സിഹാഫുഹു. ഇനി ഈ സരീഅയിൽ വരുന്ന സിഹാഫുകളെ കുറിച്ചാണ് പറയുന്നത്. യജ്രി ഫീ കുല്ലി മുസ്തഫ്ഇലുൻ. ഇവിടെ വരുന്ന എല്ലാ മുസ്തഫ്ഇലുൻ എന്നുള്ളതിലും വരുന്നതാണ് അൽ ഖബ്ലു വത്വയ്യു വൽ ഖബ്ലു. ഖബ്ന്, ത്വയ്യ്, ഖബ്ല് എന്നിവയെല്ലാം എല്ലാ മുസ്തഫ്ഇലുൻ എന്നുള്ളതിലും വരുന്നതാണ്. ഓക്കെ, ഖബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാനി സാക്കിൻ, ത്വയ്യ് എന്ന് പറഞ്ഞാൽ ഹദ്ഫു റാബിഅ സാക്കിൻ, ഖബൽ എന്ന് പറഞ്ഞാൽ ഖബനും ത്വയ്യും ഉൾക്കൊണ്ടതിനെ കുറിച്ചാണ് പറയുക. ഇനി വഫി മഫ്ഊലാൻ വ മഫ്ഊലുൻ. ഓക്കെ, ഇനി മഫ്ഊലാൻ എന്നുള്ളതിലും മഫ്ഊലുൻ എന്നുള്ളതിലും അൽ ഖബനു, ഖബന് വരുന്നതാണ്, ലാ ഗൈറു, അതല്ലാത്ത മറ്റൊന്നും വരികയില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിന് താഴെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൽ ഖബനു. അപ്പോൾ ആദ്യമായിട്ട് ഖബന് വന്നിട്ടുള്ള ബൈത്താണ് പറയുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുസ്തഫ്ഇലുൻ എന്നുള്ളതിലെ എന്ത് കളഞ്ഞാൽ, രണ്ടാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളഞ്ഞാൽ അതിനെ മുതഫ്ഇലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. മുതഫ്ഇലുൻ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വസൻ എന്താണ്? മഫാഇലുൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മഫാഇലുൻ എന്നതായിരിക്കും ഇനിയുള്ള ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് നോക്കുക. അരിദ് മിനൽ ഉമൂരി മാ യംബഗി വമാ തുതീഖുഹു വമാ യസ്തഖീം എന്നുള്ള താണ് ആ ബൈത്ത്. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് തഖ്തീഅ് ചെയ്ത് നോക്കിയാൽ ആദ്യമായിട്ട് നമുക്ക് അരിദ് മിനൽ എന്നുള്ളത് വരെയുള്ള ഭാഗം, അരിദ് മിനൽ എന്നുള്ളിടത്ത് നമുക്ക് ആദ്യമായിട്ട് മഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഉമൂരി മാ എന്നുള്ളിടത്തും രണ്ടാമത്തെ മഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. യംബഗി എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫാഇലുൻ എന്നുള്ള അറൂദ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വമാ തുതി എന്നുവരെയുള്ള ഭാഗം ആദ്യത്തെ മഫാഇലുൻ എന്ന് കാണാം. ഖുഹു വമാ, ഖുഹു എന്നുള്ളിടത്ത് ആ ഹാഇന് ശേഷം ഒരു വാവ് കൂടി സങ്കല്പിച്ചു കൊടുക്കണം. അങ്ങനെ നൽകിയാൽ ഖുഹു വമാ എന്നുള്ളിടത്ത് അടുത്ത മഫാഇലുൻ എന്നും കാണാം. അത് കഴിഞ്ഞ് യസ്തഖീം എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ത്വയ്യും വഖഫും സംഭവിച്ചിട്ടുള്ള ഫാഇലാൻ എന്നുള്ള വസന് കൂടി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ത്വയ്യു. ത്വയ്യ് എന്നുള്ള സിഹാഫ് സംഭവിച്ചിട്ടുള്ളതാണ്. ത്വയ്യ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ ത്വയ്യ് ബാധിച്ചാൽ അത് എന്തായിട്ട് മാറും? മുസ്തഇലുൻ എന്നായിട്ട് മാറും അല്ലേ? ഓക്കെ, മുസ്തഇലുൻ എന്നായിട്ട് മാറും. മുസ്തഇലുൻ എന്നുള്ളിടത്ത് നമുക്ക് ആ ഒരു മുസ്തഇലുൻ എന്ന് വന്നിട്ടുള്ള സിഹാഫ് സംഭവിച്ചിട്ടുള്ള ബൈത്താണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കാം. ഖാല ലഹാ വഹുവ ബിഹാ ആലിമുൻ വൈഹകി അംസാലു ത്വരീഫിൻ ഖലീൽ എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അപ്പോൾ മുസ്തഇലുൻ എന്നുള്ളിടത്ത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വസന് മുഫ്തഇലുൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് ആ ബൈത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊന്ന് തഖ്തീഅ് ചെയ്തു നോക്കിയാൽ ഖാല ലഹ എന്നുള്ളിടത്ത് ആദ്യത്തെ മുഫ്തഇലുൻ എന്ന് കാണാം. അത് കഴിഞ്ഞ് വഹുവ ബിഹ, അവിടെ ഹ ഇന് സുക്കൂൻ തന്നെ നൽകണം. വഹുവ ബിഹ എന്നുള്ളിടത്ത് അടുത്ത മുഫ്തഇലുൻ എന്ന് കാണാം. ആലിമുൻ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പഠിച്ച അറൂദ് തന്നെ ഫാഇലുൻ എന്നുള്ള വസനിലാണത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വൈഹക്കി അം എന്നുള്ളിടത്തും അടുത്ത മുഫ്തഇലുൻ എന്ന് കാണാം. സാലു ത്വരി എന്നുള്ളിടത്തും അടുത്ത മുഫ്തഇലുൻ എന്ന് കാണാം. ഫിൻ ഖലീൽ എന്നുള്ളിടത്ത് നമുക്ക് ഫാഇലാൻ എന്നും കാണാവുന്നതാണ്. ഓക്കെ, ഫാഇലാൻ എന്നുള്ള ലൊർബിനെ കുറിച്ച് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഇനി വൽ ഖബ്ലു, ഖബ്ല് സംഭവിച്ചിട്ടുള്ള, ഖബ്ല് എന്നുള്ള സിഹാഫ് സംഭവിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനാകുമ്പോൾ ഇത് എന്തായിട്ട് മാറും? മുസ്തഫ്ഇലുൻ എന്നുള്ളിടത്തെ
രണ്ടാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെയും നാലാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെയും ആ സീനിനെയും ഫായിനെയും കളഞ്ഞാൽ പിന്നീടത് മുതഇലുൻ എന്നായിട്ട് മാറും അല്ലേ. മുതഇലുൻ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ന് ഫഇലത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അടുത്ത ബൈത്ത് വന്നിട്ടുള്ളത്. ഒന്ന് നോക്കാം. വബലദിൻ ഖതഅഹു ആമിറുൻ വജമലിൻ നഹറഹു ഫിത്ത്വരീഖ് എന്നുള്ളത്. ഓക്കെ, അതൊന്ന് തഖ്തിഅ ചെയ്താൽ ആദ്യമായിട്ട് വബലദിൻ എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഇലത്തുൻ എന്ന് കാണാം. ഖതഅഹു എന്നുള്ളിടത്തും അടുത്ത ഫഇലത്തുൻ എന്ന് കാണാം. ഖതഅഹു എന്നുള്ളിടത്ത് ഹാഇന് ശേഷം ഒരു വാവ് സങ്കല്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ആമിറുൻ എന്നുള്ളിടത്ത് ഫാഇലുൻ എന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചത് അറൂദ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് വജമലിൻ എന്നുള്ളിടത്തും അടുത്ത ഫഇലത്തുൻ, നഹറഹു എന്നുള്ളിടത്തും ഒരു വാവിനെ സങ്കല്പിച്ചാൽ അവിടെയും നമുക്ക് ഫഇലത്തുൻ എന്ന് ലഭിക്കുന്നതാണ്. ഫിത്ത്വരീഖ് എന്നുള്ളിടത്ത് ഫാഇലാൻ എന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലൊർബ് കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഖബന്, ത്വയ്യ്, ഖബല് എന്നീ സിഹാഫുകൾ ഹഷ്വിൽ വന്നിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഏതായാലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലാസ് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.